ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബ്രൈഡൽ ഹിജാബ് സ്റ്റൈല് നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെ റോൾ ചെയ്യാമെന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ചുറ്റിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ രണ്ട് പാർട്ടും സെയിം ഇതിലെടുക്കുക. നമ്മളെ ഷോളിൻ്റെ രണ്ട് തലഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും സെയിം വലുപ്പത്തിലെടുക്കുക കേട്ടോ. പിന്നെ ബ്രൈഡ്സ് എപ്പോഴും ഹിജാബ് ചൂസ് ചെയ്യുമ്പം നമ്മളെ ഷിഫോൺ മെറ്റീരിയൽ അല്ലെങ്കിൽ ജോർജറ്റിൻ്റെ ഷോള് സെലക്ട് ചെയ്യുക. ഒതുങ്ങി നിൽക്കുന്ന ഷാൾ സെലക്ട് ചെയ്യുക കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി വൃത്തിക്കും ആ ഒരു ലെയർ കാണാൻ വേണ്ടിയിട്ടും വൃത്തി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫേസിൽ നിന്ന് നിന്നിട്ട് കുറച്ച് ആ ഒരു ആംഗിള് നമ്മളെ ഈ കോണുണ്ടല്ലോ അതൊന്ന് കുറച്ച് പൊന്തിച്ചിട്ട് നമ്മളെ ചുട്ടി കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നല്ല വൃത്തിയിൽ ചുറ്റാട്ടോ. എത്ര ആണോ നമ്മളെ നെക്കൊക്കെ ഇറക്കാൻ വേണ്ടിയത്. ഇപ്പോൾ ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ചോക്കർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിന് ആ ഒന്ന് കാണുന്ന രീതിയിൽ ഷോ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേഫ്റ്റി പിന്ന് എപ്പോഴും വെച്ചിട്ട് നന്നായിട്ട് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ സേഫ്റ്റി പിന്നൊന്നുമില്ല. വീഡിയോ എടുക്കുന്ന ആ ഒരു തിരക്കിൽ പെട്ടെന്ന് സഡനായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി പിന്നൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പം ബ്രൈഡൽ ഡ്രസ്സൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഷോൾ വെച്ചിട്ടാണ് ഞാൻ ചുറ്റി കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡിൽ. അപ്പോൾ ഇതാ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് മറ്റേ സൈഡിൽ നമുക്ക് ഇതേമാതിരി വൃത്തിക്ക് എടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ബ്രൈഡൽ ഹിജാബ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് വൃത്തിയിലും എടുപ്പിലും ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മേൽഭാഗം കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ബ്രൈഡാകുമ്പോൾ ദുപ്പട്ട വരൂലേ, നമ്മളെ ഹെവി ദുപ്പട്ട വരുമ്പോൾ അത് മറിഞ്ഞു പോകും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും സേഫ്റ്റി പിന്നെ നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ബലത്തിൽ നിൽക്കുന്ന രീതിയിൽ എപ്പോഴും ചുറ്റി കൊടുക്കട്ടോ. കാരണം അതിൻ്റെ ബാക്കൊക്കെ ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നെക്കിൽ ചോക്കർ വരുമ്പോൾ ആ ഒരു പോർഷനും അറിഞ്ഞ് കിട്ടും. അപ്പം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പം ബ്രൈഡൽ ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ബ്രൈഡൽ അപ്കമിങ് ബ്രൈഡ്സൊക്കെ ബ്രൈഡൽ ഹിജാബ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിജാബ് അങ്ങനെ ബോറായിട്ട് നിൽക്കില്ല, നല്ല വൃത്തിയിലും എടുപ്പിലും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ചുറ്റി കഴിഞ്ഞിട്ട് നെറ്റ് ഷോളൊക്കെ ഇട്ടുള്ള ഒരു ഇത് കാട്ടിത്തരാവേ. അപ്പോൾ ഇതാ ഷോളൊക്കെ ഇട്ടിട്ട് ഇതാകണ്ട നല്ല നീറ്റിലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു. ഞാനിപ്പോൾ ഈ ഷോൾ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ബ്രൈഡൽ ഷോൾ വരുമ്പം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ കിടന്നോളും. പിന്നെ നന്നായിട്ട് സേഫ്റ്റി പിന്നും അതുപോലെ തന്നെ പേൾ പിന്നും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്.